നമസ്കാരം, ഞാൻ ജേക്കബ് ജോജിൻസ്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനായി അത് ലഭിക്കുകയും ചെയ്യും. നമ്മുടെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. അതുമാത്രമല്ല, കൂട്ടുകാരുടെ ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന് പറയുന്ന +1 ഇംഗ്ലീഷിൻ്റെ ആദ്യത്തെ യൂണിറ്റാണ്. ആ യൂണിറ്റിൻ്റെ ഓവർവ്യൂ നമ്മൾ ഏകദേശം പറഞ്ഞു. അതിനകത്ത് അബീസ് ഫസ്റ്റ് സ്പീച്ച് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം ഞാൻ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയുണ്ടായി. ഇനി നമുക്ക് യഥാർത്ഥത്തിൽ ആദ്യത്തെ യൂണിറ്റിലേക്ക് തന്നെ കിടക്കാം. ഈ അബീസ് ഫസ്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ഒരു ഓവർവ്യൂ ആണ്. ആ ടെക്സ്റ്റ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന് പറയുന്ന യൂണിറ്റിനെ നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ ചേർത്തിരിക്കുന്ന ഒരു ആമുഖം പോലെ നമുക്ക് അബീസ് ഫസ്റ്റ് സ്പീച്ചിനെ കണക്കാക്കാം. ഇനി ശരിക്കും ഫസ്റ്റ് ചാപ്റ്ററായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ്. അതൊരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറി എഴുതിയിരിക്കുന്ന ലിയാം ഒ ഫ്ലഹേർട്ടി എന്ന് പറയുന്ന ഒരു ഐറിഷ് റൈറ്ററാണ്. നമുക്ക് ലിയാം ഒ ഫ്ലഹേർട്ടിയെ കുറിച്ച് ഒന്ന് രണ്ട് അല്ലെങ്കിൽ ആരാണ് ലിയാം ഒ ഫ്ലഹേർട്ടി, എന്താണ് എന്ന് നമുക്ക് നോക്കാം. Liam O Flaherty, he was born in 1896 and died on 1984. Was an Irish novelist and a story writer. ഞാൻ ആദ്യമേ പറഞ്ഞു he was an Irish writer. He was an Irish novelist and story writer. His works are noted for the psychological insight into life's problems and the ways of overcoming them. So അദ്ദേഹത്തിൻ്റെ വർക്കുകളുടെ, ലിറ്റററി വർക്കുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് their psychological insight into life's problem and how to overcome them. അതായത് ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു വശത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയും എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം എന്ന് നമ്മളെ കാണിച്ചു തരികയുമാണ് അദ്ദേഹത്തിൻ്റെ പല നോവലുകളിലും ഷോർട്ട് സ്റ്റോറികളിലും ചെയ്യുന്നത്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് റിലേറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഈ സ്റ്റോറി നമ്മൾ പഠിക്കുന്നതോടൊപ്പം നമ്മളുടെ ഉള്ളിൽ ഒന്ന് രണ്ട് ഗുണങ്ങൾ കൂടി വരേണ്ടതാണ് എന്നാണ് ഇവിടെ ലിയാം ഒ ഫ്ലഹേർട്ടി പറയുന്നത്. ആ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. അതായത് ഇൻഡിപെൻഡൻസ്, ആരുടെയും ആശ്രയമില്ലാതെ നിലനിൽക്കുന്ന ഒരവസ്ഥ, അതിനാണ് ഇവിടെ ഇൻഡിപെൻഡൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മറ്റുള്ളവരുടെ സഹായമില്ലാതെ സ്വന്തം കാലിൽ നിൽക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും, അതുപോലെ സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആസ് വെൽ ആസ് ദ നീഡ് ടു റിമെയിൻ ഇൻവോൾവ് ഇൻ ഫാമിലി ലൈഫ്. ഒരു കുടുംബജീവിതത്തിൽ നിലനിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുകൂടി ഈ ഷോർട്ട് സ്റ്റോറിയിൽ അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. Through the story of the birds, the writer conveys the importance of self-esteem and self-reliance. Through the story of birds, അതായത് പക്ഷികളുടെ ജീവിതം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നമുക്ക് വലിയൊരു സന്ദേശം നൽകുന്നത്. ഈ പക്ഷികളുടെ ജീവിതം പറഞ്ഞുകൊണ്ട് അദ്ദേഹം നമുക്ക് എന്തെല്ലാം സന്ദേശമാണ് നൽകുന്നത്? The importance of independence, the importance of self-confidence, the importance of involved in a family life, the importance of self-esteem, ആത്മാഭിമാനം, the importance of self-reliance, തന്നെത്താനെ നിലനിൽക്കാനുള്ള അവസ്ഥ, തന്നെത്താനെ നിലനിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യം. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലൂടെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നത് ലിയാം ഒ ഫ്ലഹേർട്ടി. ഇനി നമുക്ക് ഈ സ്റ്റോറിയിലേക്ക് വരാം. എന്താണ് ഇദ്ദേഹം തന്നെ പറഞ്ഞു, ദിസ് ഇസ് ദ സ്റ്റോറി ഓഫ് ബേർഡ്സ്. പക്ഷികളുടെ സ്റ്റോറിയാണ് എന്ന് പറഞ്ഞു. ഇനി ഏത് തരം പക്ഷികളുടെ സ്റ്റോറിയാണ് ഇതിനകത്ത് പറയുന്നത് നമുക്ക് നോക്കാം. റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. Let's start with it. Let's read the story of an young seagull. So this is the story of an young seagull. ഒരു ചെറുപ്പക്കാരനായ അതായത് ഒരു കൊച്ചു പക്ഷിയുടെ, സീഗൾ, ഒരു കടൽ പക്ഷിയുടെ കഥയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഒരു കടൽ കാക്കയുടെ കഥയാണ്. സീഗൾ കടൽ കാക്ക. ഒരു കടൽ കാക്കയുടെ കഥയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. This is the story of an young seagull that was afraid to make its first flight. So it was afraid to make its first flight. അതിൻ്റെ ആദ്യത്തെ പറക്കൽ നടത്താനായിട്ട് പേടിച്ചിരിക്കുന്ന ഒരു കൊച്ചു കടൽക്കാക്കയുടെ കഥയാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. ആൻഡ് ഹൗ ഇറ്റ്സ് പാരൻസ് ഗോഡഡ് ഇറ്റ് ഇൻ ടു ആക്ഷൻ ആൻഡ് thereby equipped it to face the challenges of life.
and how its parents goaded it into action. So എങ്ങനെയാണ് അതിൻ്റെ parents persuaded this young seagull into action. എങ്ങനെയാണ് ഈ സീഗളിൻ്റെ മാതാപിതാക്കൾ ഇതിനെ പറക്കാൻ പഠിപ്പിക്കുന്നത്, and thereby equipped it to face the challenges of life. ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് എങ്ങനെയാണ് ഈ ചെറിയ പക്ഷിയുടെ മാതാപിതാക്കൾ അതിനെ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ സ്റ്റോറി. ഓക്കെ, the title of the story is his first flight. അവൻ്റെ ആദ്യത്തെ പറക്കൽ. Written by Liam O Flaherty, a famous Irish novelist and short story writer. Okay, the young seagull was alone on his ledge. So the story was start. എങ്ങനെയാണ് stories തുടങ്ങുന്നത്? He was alone on the ledge. ലെഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കടലിൽ ഉയർന്നു നിൽക്കുന്ന പാറയുടെ ഏറ്റവും അറ്റത്തെയാണ്, വളരെ പരന്ന മുകളിലുള്ള ഒരു ഡെക്ക് പോലെ പരന്ന മുകളിലുള്ള ആ ഒരു ഭാഗത്ത് പ്രതലത്തെയാണ് ആ ഒരു എഡ്ജിനെയാണ് ലെഡ്ജ് എന്ന് പറയുന്നത്. നാരോ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഫ്രം എ വെർട്ടിക്കൽ സർഫസ് എന്നാണ് ഇവിടെ എൻ്റെ ഇംഗ്ലീഷ് മീനിങ് കൊടുത്തിരിക്കുന്നത്. അതായത് ആ പാറയുടെ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു അറ്റം, അതിനെയാണ് നമുക്ക് ലെഡ്ജ് എന്ന് പറയാൻ പറ്റുന്നത്. അതായത് നമ്മൾ കടലിൽ പാറകൾ പൊങ്ങി നിൽക്കുന്ന കാണാം. ആ പാറയുടെ മുകൾ ഭാഗത്തെല്ലാം കുറച്ച് ഫ്ലാറ്റനായിട്ട് പരന്ന് നമുക്ക് കാണാം. അത് ചിലപ്പോൾ ചില ഭാഗത്തേക്ക് കയറിയും ഇറങ്ങിയും നിൽക്കുന്ന കാണാം. ഇതങ്ങനെ ഏറ്റവും ഉയർന്ന് കടലിലേക്ക് ഉന്തി നിൽക്കുന്ന ആ ഒരു അറ്റത്താണ് ഈ പക്ഷി ഇരിക്കുന്നത്. സോ ഹി വാസ് അലോൺ ഓൺ ഹിസ് ലെഡ്ജ്. His two brothers and his sister had already flown away the day before. സോ തലേ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ 2 ബ്രദേഴ്സും ഒരു സിസ്റ്ററും അവർ 3 പേരും പറന്നുപോയി. He had been afraid to fly with them. സോ ഇവനും പറക്കണം എന്നുണ്ടായിരുന്നു. he made an attempt but he was afraid to fly. അവരെ പോലെ പറക്കാൻ ഇവന് സാധിച്ചില്ല. He was afraid എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അവന് പറക്കാനായിട്ട് പേടിയായിരുന്നു. He was afraid to fly with his brothers and sister. Somehow, when he had taken a little run forward to the brink of the ledge and attempt to flap his wings, he became afraid. എന്നിരുന്നാലും എന്ത് ചെയ്തു? When he had taken a little run forward to the brink of the ledge and attempt to flap his wings, he became afraid. പക്ഷേ എന്നാലും അവനൊരു പറക്കാനായിട്ടൊരു ശ്രമം നടത്തി. അവൻ നടന്ന് അറ്റം വരെ എത്തി. അതിനുശേഷം അവന് ചിറകടിക്കാനായിട്ടൊരു ശ്രമം നടത്തിയെങ്കിലും അവന് പേടിച്ചിട്ട് അവൻ പിന്മാറുകയാണ് ചെയ്തത്. Okay, the great expanse of the sea stretched down beneath, and it was such a long way down, miles down. So the great expanse of the sea stretched down beneath. അവൻ നോക്കിക്കഴിഞ്ഞപ്പോൾ വലിയ കടൽ പരന്ന് കിടക്കുകയാണ്. അതുമാത്രമല്ല ഈ പാറയ്ക്കാണെങ്കിൽ വലിയ ഉയരവും, അത് കിഴക്കാന്തോക്കായ കുത്തനെയുള്ള വലിയ ഒരു പാറയും. സോ stretched down beneath, and it was such a long way down, miles down. അതുമാത്രമല്ല വളരെ ഉയരമുള്ള ഒരു പാറയിലാണ് ഇവൻ നിൽക്കുന്നത്. താഴേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ വളരെ മൈൽസ്, അതായത് കിലോമീറ്റേഴ്സ് താഴേക്ക് കുത്തനെ ഇറക്കമുള്ളതായിട്ട് അവൻ അനുഭവപ്പെടുകയാണ്. He felt certain that his wings would never support him. അവൻ ഉറപ്പായി, ഞാൻ പറന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ചിറകുകൾ എന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്ന്. So he bent his head and ran away back to the little hole under the ledge where he slept at night. So അതുകൊണ്ട് എന്ത് ചെയ്തു? He bent his head and ran away back to the little hole under the ledge where he slept last night. So കഴിഞ്ഞ ദിവസം അവൻ കിടന്നുറങ്ങിയ ആ ഒരു പൊത്തിലേക്ക് അവൻ തലയും കുമ്പിട്ട് മടങ്ങി പോരാനായിട്ട് തീരുമാനിച്ചു. Even when each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away, he failed to muster up courage to take that plunge which appeared to him so desperate. സോ ഇവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും എന്ന് പറയുന്ന ഇവനേക്കാളും ഇളയതാണ്. അവരുടെ വിങ്സ് എന്ന് പറയുന്നത് ഇവൻ്റെ വിങ്സിനേക്കാളും ചെറുതാണ്. എന്നിട്ടും അവർ കൂളായിട്ട് പറന്നുപോയി. പക്ഷേ ഇവനെ കണ്ട് പറക്കാനായിട്ട് സാധിച്ചില്ല. His father and mother had come around calling him shrilly, scolding him, threatening to let him starve on his ledge unless he flew away. So അവൻ്റെ father and mother, അവൻ്റെ പാരൻസ് അവന് ചുറ്റും വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയതിന് ശേഷം had come around calling to him shrilly, scolding him, threatening to let him starve on his ledge. അവന് ധാരാളം വഴക്ക് പറയാനായിട്ട് തുടങ്ങി. അത് തന്നെയല്ല, അവനോട് പറഞ്ഞു, നീ പറന്നില്ലെങ്കിൽ നീ ലെഡ്ജിൽ പട്ടിണി കിടന്ന് മരിക്കുകയുള്ളൂ എന്ന് അവൻ്റെ മാതാപിതാക്കൾ അവനോട് പറഞ്ഞു.
unless he flew away. But for the life of him, he could not move. പക്ഷേ ഈ വലിയ കിഴക്കാന്തൂക്കായ ഈ പാറയും താഴെ വിശാലമായ കടലും ആ കടലും ഈ പാറയും തമ്മിലുള്ള ആ ഒരു അകലവും കൂടി കണക്കിലെടുത്ത് കഴിഞ്ഞപ്പോൾ ഇവൻ തീരുമാനിച്ചു, ഞാൻ പറക്കാൻ പോകുന്നില്ല, എനിക്ക് പറക്കാൻ സാധിക്കില്ല. പറന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വിങ്സ് എന്നെ സപ്പോർട്ട് ചെയ്യില്ല, എൻ്റെ ചിറകുകൾ എന്നെ പിന്തുണയ്ക്കില്ല, അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും കടലിൽ വീഴും മരിക്കും എന്നവൻ ധരിച്ചു. അതുകൊണ്ട് അവൻ പറഞ്ഞില്ല. ദാറ്റ് വാസ് 24 hours ago. ഇത് 24 മണിക്കൂറായി അവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും അവിടെ നിന്ന് പറന്നു പോയിട്ട്. Since then nobody had come near him. അതിനുശേഷം ആരും അവൻ്റെ അടുത്തേക്ക് വന്നില്ല. The day before, all day long, he had watched his parents flying about with his brothers and sisters, perfecting them in their art of flight, teaching them how to skim the waves and how to dive for fish. So last day അവൻ കണ്ടു എന്താണ് അവൻ്റെ പാരൻസ് അവൻ്റെ ബ്രദേഴ്സിനെയും സിസ്റ്ററിനെയും പറക്കാൻ പഠിപ്പിക്കുക മാത്രമല്ല, പിന്നെ എന്താണ് ചെയ്തത്? പെർഫെക്റ്റിംഗ് ദം ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, അതായത് അവരെ നന്നായിട്ട് പറക്കാൻ പഠിപ്പിച്ചു. അതുപോലെ തന്നെ ടീച്ചിങ് ദം ഹൗ ടു സ്കിം ദ വേവ്സ്, അതായത് തിരമാലകളെ എങ്ങനെ ഒഴിവാക്കണമെന്ന് അവർ ഹൗ ടു സ്കിം ദ വേവ്സ് ഓഫ് ദ സീ ആൻഡ് ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്, എങ്ങനെ മീൻ പിടിക്കാം എന്നും അവൻ്റെ പാരൻസ് അവൻ്റെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും പറഞ്ഞു കൊടുത്തു. He had in fact seen his older brother catch his first herring and devour it. സോ ഒരു കാര്യം അവൻ കണ്ടു, അവൻ്റെ ഓൾഡർ ബ്രദർ, അവൻ്റെ മൂത്ത സഹോദരൻ എന്ത് ചെയ്തു? ക്യാച്ച് ഹിസ് ഫസ്റ്റ് ഹെറിങ് ആൻഡ് ഡിവോർ ഇറ്റ്, അവൻ്റെ ആദ്യത്തെ ഇരയെ അല്ലെങ്കിൽ ആദ്യത്തെ ഫിഷിനെ പിടിക്കുന്നത് അവൻ കണ്ടു. സ്റ്റാൻഡിങ് ഓൺ എ റോക്ക് വൈൽ ഹിസ് പേരൻസ് സർക്കിൾഡ് അറൗണ്ട് റേസിങ് എ പ്രൗഡ് കാക്കിൾ. സോ അവനൊരു പിടിച്ചതിന് ശേഷം ഒരു പാറയുടെ മുകളിൽ വന്നിരുന്നു. അവൻ്റെ പേരൻസ് അവന് ചുറ്റും അഭിമാനത്തോടു കൂടി ഒച്ച വെച്ച് പറക്കുന്നതും അവൻ കണ്ടു. And all the morning the whole family had walked about on the big plateau midway down the opposite cliff, laughing at his cowardice. So അന്ന് രാവിലെയും മാറ്റമൊന്നും ഉണ്ടായില്ല. നേരെ ഓപ്പോസിറ്റുള്ള പാറക്കെട്ടിൽ ആരിപ്പുണ്ടായിരുന്നു? ഇവൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. അവർ ഇവനെ നോക്കി ഇവൻ്റെ ഭീരുത്വത്തെ, കൗഡിസ്, അവൻ്റെ ഭീരുത്വത്തെ നോക്കി പുച്ഛിച്ച് ചിരിക്കുന്നത് അവന് ഇവിടെ ഇരുന്ന് കാണാമായിരുന്നു. സോ അവരവനെ കളിയാക്കി ചിരിക്കുകയാണ്. അവനൊരു ഭീരുവായതിൽ അവർ ഇവനെ കളിയാക്കി ചിരിക്കുകയാണ്. The sun was now ascending the sky, blazing warmly on his sledge and faced the south. സോ പതുക്കെ സൂര്യൻ ഉദിച്ച് ഉയർന്നു വരികയാണ്. അതുപോലെ തന്നെ ചൂടും കൂടി വരികയാണ്. He felt the heat because he had not eaten since the previous nightfall. സോ അവന് പുറമേ ചൂടാണ്, അകത്തും ചൂടാണ്. കാരണം പുറത്ത് സൂര്യൻ ഉദിച്ചു വരുന്നതിൻ്റെ ചൂട്, അകത്ത് വിശപ്പിൻ്റെ ചൂട്. കാരണം ഭക്ഷണം കഴിച്ചിട്ട് കഴിഞ്ഞ രാത്രിയൊന്നും അവൻ ഭക്ഷണം കഴിച്ചില്ല. ഏകദേശം 24 മണിക്കൂറായി അവൻ ഭക്ഷണം കഴിച്ചിട്ട്. Then he had found a dried piece of a mackerel tail at the far end of his ledge. സോ ആ ലെഡ്ജിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്ത് മാക്രൽ എന്ന് പറഞ്ഞാൽ അയലമീനിൻ്റെ ഒരു വാൽ കഷ്ണം കിടക്കുന്നതായിട്ട് അവൻ കണ്ടു. He had searched every single scrap of food left. അവൻ എവിടെയെങ്കിലും ഒരു ഫുഡ് ഐറ്റം കിടപ്പുണ്ടോ എന്ന് അവൻ നോക്കി. He had searched every inch, rooting among the rough dirt caked straw nest where he and his brothers and sister had been hatched. സോ അവനും അവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും ഉണ്ടായ ആ കച്ചി കൊണ്ടുണ്ടാക്കിയ ഉണങ്ങിയ പുല്ലുകൊണ്ടുണ്ടാക്കിയ ആ കൂട്ടിൽ വരെ അവൻ തെരഞ്ഞു എന്തെങ്കിലും ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. ഈവൻ നോട്ട് അറ്റ് ദ ഡ്രൈഡ് പീസ് ഓഫ് ദ എഗ്ഷെൽ. അതുമാത്രമല്ല ഇവരുടെ ആ എഗ്ഷെൽ, ഇവരുടെ ആ ഉണ്ടായിരുന്ന മുട്ടത്തോടിൽ അവൻ കരണ്ട് നോക്കുക വരെ ചെയ്തു. ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. ആ മുട്ടത്തോടിൽ കരണ്ട് നോക്കുന്ന തന്നെ കഴിക്കുന്ന ഭക്ഷണം തന്നെ തിന്നുന്നതായിട്ട് അവന് അനുഭവപ്പെട്ടു. He then trotted back and forth from one end of the ledge to the other. സോ അതിനുശേഷം അവൻ ലെഡ്ജിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് നടക്കാനായിട്ട് തുടങ്ങി. His long grey legs stepping daintily, trying to find some means of reaching his parents without having to fly. സോ അവൻ്റെ ആ നീളം കൂടിയ ഗ്രേ ലെഗ്സ് സ്റ്റെപ്പിംഗ് ഡെയിൻലി, അതായത് പതുക്കെ വേച്ച് അവൻ്റെ നീളം കൂടിയ കാലുകൊണ്ട് നടക്കാനായിട്ട് തുടങ്ങി. ട്രൈങ് ടു ഫൈൻഡ് സം മീൻസ് ഓഫ് റീച്ചിങ് ഹിസ് പേരൻസ്. അവൻ്റെ പേരൻസിൻ്റെ അടുത്ത് അവൻ എത്തണം, പക്ഷെ വിതൗട്ട് ഫ്ലൈങ്, പറക്കാതെ എത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന്, അവൻ്റെ പേരൻസിൻ്റെ അടുത്ത് പറക്കാതെ എത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അവനവിടെ തിരയുകയാണ്. ബട്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ഹിം, പക്ഷെ അവൻ്റെ രണ്ട് സൈഡും ദ ലെഡ്ജ് എൻഡഡ് ഇൻ എ ഷിയർ ഫോൾ precipice with the sea beneath. പക്ഷെ ഈ ലെഡ്ജിൻ്റെ രണ്ട് സൈഡിലും വലിയ കിഴക്കാന്തൂക്കായ ഒരു കട്ടിങ് ആണ്. അതിൻ്റെ തൊട്ട് താഴെ വിശാലമായ സീയും.
and between him and his parents there was a deep white crack. സോ അവനും അവൻ്റെ മാതാപിതാക്കൾക്കും ഇടയിൽ വലിയൊരു ക്രാക്ക് രൂപപ്പെട്ടു. ഈ വലിയൊരു ക്രാക്ക് എന്ന് പറയുന്നത് കടലാണ്. ഓക്കെ. Surely he had reached them without flying if he could only move northwards along the cliff face. സോ അവന് തോന്നിയാണ്, ഞാൻ വടക്കോട്ട് മാത്രം സഞ്ചരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് പറക്കാതെ എൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് എത്താം. But then on what could he walk? There was no ledge and he was not a fly. സോ അവിടേക്ക് പോകാനായിട്ട് മാർഗമൊന്നുമില്ല, കാരണം അവിടെ പോകാനായിട്ട് പാറയോ മറ്റൊന്നുമില്ല. ആൻഡ് he was not a fly, താനൊരു പറവയുമല്ല. And above him he could see nothing. താൻ മുകളിലേക്ക് നോക്കിയിട്ടും അവിടെയും ഒന്നുമില്ല, വലിയ ഒരു ആകാശമല്ലാതെ വേറൊന്നുമില്ല. The precipice was sheer and the top of it was perhaps the farther away than the sea beneath him. He stepped slowly out of the brink of the ledge and standing in one leg with the other leg hidden under his wing, he closed one eye, then the other. He pretended to be falling asleep. So പതുക്കെ അവൻ ഒറ്റക്കാലിൽ നിന്നിട്ട് പതുക്കെ എന്ത് ചെയ്തു? ഉറങ്ങുന്നതായിട്ട് പ്രിറ്റൻഡ് ചെയ്തു, അഭിനയിച്ചു. He closed one eye, then the other, and pretended to be falling asleep. ഒറ്റക്കാലിൽ നിന്ന് ഉറങ്ങുന്നതായിട്ട് അവൻ അഭിനയിക്കുകയാണ്. Still they took no notice of him. എന്നിട്ടും അവൻ്റെ മാതാപിതാക്കൾ അവനെ ശ്രദ്ധിക്കുന്നില്ല. He saw his two brothers and his sister lying on the plateau, dozing with their heads sunk into their necks. അവൻ കണ്ടു അവൻ്റെ two brothers and his sister lying on plateau. തൊട്ട എതിർവശത്തുള്ള പ്ലാറ്റ്യൂവിൽ അവൻ്റെ രണ്ട് ബ്രദേഴ്സും സിസ്റ്ററും കിടക്കുന്നതായിട്ട് അവൻ കണ്ടു. എങ്ങനെയാണ്? വിത്ത് ദർ ഹെഡ് സങ്ക് ഇൻ ടു ദർ നെക്സ്. അവരുടെ തല കഴുത്തിലേക്ക് താഴ്ത്തി അവർ കിടന്ന് ഉറങ്ങുന്ന അല്ലെങ്കിൽ മയങ്ങുന്നതായിട്ട് അവൻ കണ്ടു. ഹിസ് ഫാദർ വാസ് പ്രീനിങ് ഹിസ് ഫെദേഴ്സ് ഓൺ ഹിസ് വൈറ്റ് ബാക്ക്. സോ അവൻ്റെ അച്ഛൻ അവൻ്റെ വാൽഭാഗത്തുള്ള ചിറകുകൾ ക്ലീൻ ചെയ്യുന്നതായിട്ട് അവൻ കണ്ടു. ഓൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. അവൻ്റെ അമ്മ മാത്രമേ അവനെ ഇപ്പോൾ നോക്കിയിരിക്കുന്നുള്ളൂ. ഹി വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹംപ് ഓൺ ദ പ്ലാറ്റ്യൂ. ഷീ വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹംപ് ഓൺ ദ പ്ലാറ്റ്യൂ. സോ തൊട്ടപ്പുറത്തെ പ്ലാറ്റ്യൂവിൻ്റെ പാറയുടെ ഒരു ഉയർന്ന ഭാഗത്താണ് അവൻ്റെ അമ്മ ഇരിക്കുന്നത്. ഹെർ വൈറ്റ് ബ്രസ്റ്റ് ത്രസ്റ്റ് ഫോർവേഡ്. അവരുടെ വെള്ള നെഞ്ച് മുന്നോട്ട് തള്ളി നിൽക്കുന്നതായിട്ട് തോന്നുന്നു. Now and again she tore at a piece of fish that lay at her feet and then scraped each side of her beak on the rock. സോ അവൻ്റെ അമ്മ അവിടെ എന്ത് ചെയ്യാണ്? ഒരു ഫിഷിനെ ഒരു മീനിനെ കുത്തി മുറിക്കുകയാണ്. അതുമാത്രമല്ല ഇടയ്ക്ക് ചുണ്ട് പാറയിൽ വരച്ച് മൂർച്ച കൂട്ടുന്നുണ്ട്. The sight of the food maddened him. ആ ഭക്ഷണത്തിൻ്റെ കാഴ്ച അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു. How he loved to tear food that way. അങ്ങനെ ഫുഡ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുന്നത് അവന് വലിയ ഇഷ്ടമുള്ളതാണ്. സ്ക്രാപ്പിംഗ് ഹിസ് ബീക്ക് നൗ ആൻഡ് അഗെയിൻ ടു വെറ്റ് ഇറ്റ്. സോ അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ചുണ്ട്, കൊക്ക് പാറയിൽ ഉരസി മൂർച്ച കൂട്ടിയതിന് ശേഷം വീണ്ടും കുത്തിമുറിക്കുന്നത് അവന് വളരെ അരം കയറുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. ഹി അറ്റേർഡ് എ ലോ കാക്കൽ. അവനൊരു ചെറിയ സൗണ്ട് പുറപ്പെടുവിച്ചു. ഹിസ് മദർ കാക്കൽ ടു ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം. അവൻ്റെ അമ്മ അവനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു, അവനെ നോക്കുകയും ചെയ്തു. ഗ ഗ ഗ he cried, begging her to bring him over some food. അവൻ അമ്മയോട് യാചിച്ചു, തനിക്ക് കുറച്ച് ഭക്ഷണം തരണമെന്ന്. കൗല, she screamed back mockingly. അമ്മ അവനെ ഒന്ന് കളിയാക്കി. But he kept calling plaintively. പക്ഷെ അവൻ്റെ ശ്രമം ഉപേക്ഷിച്ചില്ല. വീണ്ടും അമ്മയെ തൻ്റെ അരികിലേക്ക് ഭക്ഷണവുമായിട്ട് വരണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. And after a minute or so he uttered a joyful scream. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ വളരെ സന്തോഷം കൊണ്ട് ഒരു ഒച്ച പുറപ്പെടുവിച്ചു. എന്താണ് കാരണം? His mother had picked up a piece of fish and was flying across to him with it. സോ അവൻ്റെ അമ്മ ഒരു കഷ്ണം ഫുഡുമായിട്ട് തനിക്ക് നേരെ പറന്നു വരുന്നത് അവൻ കണ്ടു. He leaned out eagerly. അവനത് കിട്ടുവാനായിട്ട് മുന്നോട്ട് ആഞ്ഞു. He leaned out eagerly, tapping the rock with his feet, trying to get nearer to her as she flew across. അവൻ പാറയിൽ തൻ്റെ കാല് പൊക്കി തൻ്റെ അമ്മയോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിൽ, അമ്മയ്ക്ക് ഏറ്റവും അടുത്ത് വരത്തക്ക രീതിയിലേക്ക് തന്നെ കണ്ടാവാവുന്നത്ര ഉയർന്ന് അവൻ നിന്നു. ബട്ട് വെൻ ഷി വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഹിം. പക്ഷേ അവൻ്റെ അമ്മ അവന് തൊട്ടടുത്തെത്തി കഴിഞ്ഞപ്പോൾ എബ്രസ്റ്റ് ഓൺ ദ ലെഡ് ഷി ഹാൾട്ടഡ്. അവർ പറക്കൽ നിർത്തി. ഹർ ലെഗ്സ് ഹാങ്ങിങ് ലിം. അവരുടെ കാല് താഴേക്ക് തൂങ്ങിക്കിടന്നു. ഹർ വിങ്സ് ആർ മോഷൻലെസ്. അവരുടെ ചിറകുകൾ ചലനമറ്റു.
the piece of the fish in her beak almost within reach of his beak. അവരുടെ ചുണ്ടിൽ കിടക്കുന്ന ഫിഷ് മീനിൻ്റെ കഷ്ണം എന്ന് പറയുന്നത് ഈ യങ് സീഗളിൻ്റെ ചുണ്ടുമായിട്ട് വളരെ അടുത്താണ് ഇരിക്കുന്നത്. ഒരൊറ്റ ചാട്ടത്തിന് അവനത് കുത്തിയെടുക്കാവുന്ന അത്രയും അകലം, വളരെ തൊട്ടടുത്ത് അവൻ്റെ അമ്മ വന്ന് മോഷൻലെസ് ആയിട്ട് നിൽക്കുകയാണ്. He waited a moment in a surprise, wondering why she did not come nearer, and then, maddened by hunger, he dived at the fish. So അവന് തോന്നി അവൻ്റെ അമ്മ എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന്, അമ്മ എന്തുകൊണ്ട് തൻ്റെ അടുത്തേക്ക് വരുന്നില്ല എന്ന് അവന് തോന്നി. പക്ഷേ ഭക്ഷണത്തോടുള്ള ആർത്തി കൊണ്ട് അവനെ തന്നെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. എന്ത് ചെയ്തു? He dived into sky for that fish. With a loud scream, he fell outwards and downwards into space. ഒരു വലിയ ഒച്ചയോടെ അവൻ സ്പേസിലേക്ക് താഴേക്ക് വീണു. ഹിസ് മദർ ഹാഡ് swooped upwards. അവൻ്റെ അമ്മ മുകളിലേക്ക് പറന്നുപോയി. As he passed beneath her, he heard the swish of her wings. So അവൻ അതിലേക്ക് താഴേക്ക് വീണപ്പോൾ അവൻ്റെ അമ്മയുടെ ചിറകടി ശബ്ദം അവൻ കേട്ടു. Then a monstrous terror seized him and his heart stood still. A monstrous terror sound, ഒരു വലിയ സൗണ്ട് അവൻ കേട്ടു. ആൻഡ് ഹിസ് ഹാർട്ട് സ്റ്റുഡ് സ്റ്റിൽ. അവൻ്റെ ഹൃദയം ചലനമറ്റ് നിൽക്കുന്നതായിട്ട് അവൻ അനുഭവപ്പെട്ടു. ഹി കുഡ് ഹിയർ നത്തിങ്. അവനിപ്പോൾ ഒന്നും കേൾക്കുന്നില്ല. ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റഡ് എ മൊമെൻറ്റ്. ഇതൊരു മൊമെൻ്റ് നേരത്തെ, ഒരു നിമിഷം നേരത്തേക്ക് മാത്രമേ നിലനിന്നുള്ളൂ. The very next moment, what happened? He felt his wings spread outwards. അവൻ്റെ ചിറകുകൾ സ്പ്രെഡ് ചെയ്യുന്നതായിട്ട്, പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട്, പരക്കുന്നതായിട്ട് അവൻ അനുഭവപ്പെട്ടു. The wind rushed against his breast feathers. The wind rushed against his breast feathers. അവൻ്റെ ചങ്കിലെ രോമങ്ങൾ, തൂവലുകളിൽ കാറ്റടിക്കുന്നതായിട്ട് അവൻ അനുഭവപ്പെട്ടു. He could feel the tips of his wings cutting through the air. So തൻ്റെ വിങ്സിൻ്റെ ടിപ്പ് എയർ കട്ട് ചെയ്ത് എയറിനെ കീറി മുറിച്ച് പോകുന്നതായിട്ട് അവൻ അനുഭവപ്പെട്ടു. He was not falling headlong now. So അവനിപ്പോൾ തലകീഴായിട്ട് വീഴുന്നില്ല. He was soaring gradually. അവൻ പതുക്കെ പറന്നു വരികയാണ്. Downwards and outwards. അവൻ മുകളിലേക്കും താഴേക്കും പതുക്കെ പറന്നു പോവുകയാണ്. He was no longer afraid. ഇപ്പോൾ അവന് പേടിയൊന്നുമില്ല. He just felt a bit lazy. അവന് ചെറുതായിട്ടൊന്ന് തലകറങ്ങുന്നതായിട്ട് തോന്നുന്നുണ്ട്. Then he flapped his wings once and soared upwards. അതിനുശേഷം അവൻ്റെ ചിറകൊന്നടിച്ച് അവൻ മുകളിലേക്ക് പറന്നുയർന്നു. He uttered a joyous scream and flapped them again. അവനൊരു സന്തോഷത്തോടുള്ള സൗണ്ട് കേൾപ്പിക്കുകയും വീണ്ടും ചിറകടിച്ച് പറക്കുകയും ചെയ്തു. He soared higher. അവൻ ഉയർന്നു പറക്കാൻ തുടങ്ങി. He raised his breast and banged against the wind. അവൻ്റെ നെഞ്ച് ഉയർത്തിപ്പിടിക്കുകയും കാറ്റിനെതിരെ അവൻ പറക്കുകയും ചെയ്തു. Ga 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 gaula. His mother swooped past him. അവൻ്റെ അമ്മ ഒച്ച കേൾപ്പിച്ചുകൊണ്ട് അവൻ്റെ അടുത്തോടെ പറന്നുപോയി. Her wings making a loud noise. He answered her with another scream. അവൻ മറ്റൊരു സ്ക്രീമോടുകൂടി, ഒരു അലർച്ചയോടുകൂടി അമ്മയ്ക്ക് മറുപടി നൽകി. Then his father flew over him screaming. അതിനുശേഷം അവൻ്റെ അച്ഛൻ അവന് ചുറ്റും ഒച്ച വെച്ചുകൊണ്ട് പറന്നു വന്നു. Then he saw his 2 brothers and sister flying around him. അതിനുശേഷം അവൻ്റെ 2 ബ്രദേഴ്സും സിസ്റ്ററും അവൻ്റെ ചുറ്റും പറന്ന് വന്നു. Soaring and diving. അവർ പറന്നു വരികയും ഡൈവ് ചെയ്യുകയും ചെയ്തു. Then he completely forgot that he had not always been able to fly and commenced to dive and soar, shrieking shrilly. So തനിക്ക് ഒരിക്കലും പറക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അവൻ പൂർണ്ണമായും മറന്നു. അതിനുശേഷം അവൻ ഡൈവ് ചെയ്യുകയും ഉയർന്നു പൊങ്ങുകയും അങ്ങനെ പല അഭ്യാസങ്ങൾ ആകാശത്ത് വെച്ച് കാണിക്കാൻ തുടങ്ങുകയും ചെയ്തു. He was near the sea now. അവനിപ്പോൾ കടലിനോട് വളരെ അടുത്തു. Flying straight over it, facing out over the ocean. അവൻ ആ കടലിനെ പാരലായിട്ട് കടലിനെ ഫേസ് ചെയ്ത് പാരലായിട്ട് അവൻ പറക്കാനായിട്ട് തുടങ്ങി. He saw a vast green sea beneath him. തനിക്ക് താഴെ വളരെ വിശാലമായ ഒരു പച്ചക്കടൽ ഒഴുകി നീങ്ങുന്നതായിട്ട് അവൻ അനുഭവപ്പെട്ടു. With little ridges moving over it. ചെറിയ കുന്നുകൾ അതിന് മുകളിലൂടെ മൂവ് ചെയ്യുന്നതായിട്ട് അവൻ അനുഭവപ്പെട്ടു. He turned his beak sideways and crowed amusedly. He turned his beak sideways. അവൻ്റെ കൊക്ക് കഴുത്ത് അവൻ 2 സൈഡിലേക്കും അനക്കുകയും തിരിക്കുകയും crowd amusedly സന്തോഷത്തോടെ ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്തു.
His parents and his brothers and sister had landed on this green floor in front of him. അവൻ്റെ പാരൻസും അവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും തൊട്ട് മുന്നിലുള്ള ആ ഗ്രീൻ ഫ്ലോർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന കടലിലാണ്. കടലിൽ അവൻ്റെ തൊട്ട് മുമ്പിൽ ലാൻഡ് ചെയ്തു. They were beckoning to him, calling sternly. അവർ അവനെ മാടി വിളിച്ചു അവരുടെ അടുത്തേക്ക്. He dropped his legs to stand on the green sea. അവൻ അവൻ്റെ കാലുകൾ താഴേക്ക് കടലിലേക്ക് താഴ്ത്തി. എന്തിനാണ്? ടു സ്റ്റാൻഡ് ഓവർ ദ സീ, ആ വെള്ളത്തിൽ നിൽക്കാനായിട്ട്. ബട്ട് വാട്ട് ഹാപ്പൻഡ്? ഹിസ് ലെഗ് സാങ്ക് ഇൻ ടു ഇറ്റ്. അവൻ്റെ കാല് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി. He screamed with fright and attempted to rise again. He screamed with fright. അവൻ പേടിച്ച് ഒച്ച കേൾപ്പിച്ചു. അവൻ പേടിച്ച് കരയാൻ തുടങ്ങി. ആൻഡ് അറ്റംപ്റ്റ് ടു റൈസ് അഗൈൻ. ഉയർന്നു പൊങ്ങാനായിട്ടും അവൻ ശ്രമിച്ചു. ഫ്ലാപ്പിംഗ് ഹിസ് വിങ്. ചിറകടിച്ചവൻ ഉയർന്നു പൊങ്ങാനായിട്ട് ശ്രമിച്ചു. ബട്ട് ഹി വാസ് tired and weak with hunger and he could not rise. Exhausted by the strange exercise, but he was tired and weak. വിശന്നിട്ട് അവൻ വളരെ തളർന്ന് ക്ഷീണിതനായിരുന്നു. അതുമാത്രമല്ല ആദ്യത്തെ പറക്കലിൻ്റെ ക്ഷീണവും അവനുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് വെള്ളത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങാനായിട്ട് സാധിച്ചില്ല. His feet sank into a green sea. അവൻ്റെ കാലുകൾ വീണ്ടും വെള്ളത്തിലേക്ക് താഴ്ന്നു പോയി. And then his belly touched it and he sank no further. അതിനുശേഷം അവൻ്റെ ബെല്ലി, അവൻ്റെ വയറ് വെള്ളത്തിൽ വന്ന് തട്ടി. അതിനുശേഷം അവൻ പിന്നെ ഒട്ടും താഴേക്ക് പോയില്ല. അവൻ ആ വെള്ളത്തിന് മുകളിൽ പതുക്കെ പൊന്തിക്കിടന്ന് ഒഴുകാനായി തുടങ്ങി. He was floating on it and around him his family was screaming. അവന് ചുറ്റും അവൻ്റെ ഫാമിലി ഒച്ച വെച്ചുകൊണ്ട് അവന് ചുറ്റും പറക്കുകയാണ്. Praising him, അവനെ അനുമോദിക്കുകയാണ്. And their beaks were offering him scraps of dogfish. അവരുടെ ചുണ്ടിൽ അവന് വേണ്ടിയിട്ടുള്ള ഡോഗ് ഫിഷ്, മീനിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ he had made his first flight. അവനങ്ങനെ അവൻ്റെ ആദ്യത്തെ പറക്കൽ വിജയകരമായി നടത്തി. ഓക്കെ, ഇതൊരു നല്ല സ്റ്റോറി അല്ലായിരുന്നു? അതെ, ഒരു പാരൻസ് അല്ലെങ്കിൽ ഒരു ഫാമിലി എങ്ങനെയാണ് ഒരു ഫാമിലി മെമ്പറിനെ അവരുടെ ഇടയിലേക്ക് അവൻ്റെ പേടിയും കോൺഫിഡൻസ് ഇല്ലായ്മയും എല്ലാം മാറ്റി നിർത്തി അവനെ ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ നേരിടാൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ക്വസ്റ്റ്യൻസ് ഈ ടെക്സ്റ്റിൻ്റെ ഒപ്പം തന്നെ, ഓരോ പാരഗ്രാഫിനൊപ്പം തന്നെ ഈ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഓരോന്ന് വായിക്കാം, അതിൻ്റെ ആൻസേഴ്സ് പറയാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് നോക്കുക. അതിനുശേഷം ആ ക്വസ്റ്റ്യൻസ് നോക്കുക, അതിനോടൊപ്പം തന്നെ അതിൻ്റെ ആൻസേഴ്സ് മാർക്ക് ചെയ്ത് പോകുക. ഓക്കെ, ആദ്യത്തെ ചോദ്യം, വൈ വാസ് ദ യങ് സീഗൾ അഫ്രൈഡ് ടു ഫ്ലൈ? എന്തുകൊണ്ടാണ് യങ് സീഗൾ പറക്കാനായി പേടിച്ചത്? ദ യങ് സീഗൾ തോട്ട് ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. തൻ്റെ ചിറകുകൾ തന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള തോന്നൽ അവനുണ്ടായി. ആൻഡ് ഹി വുഡ് ഫാൾ ഇൻ ടു സീ. അവൻ്റെ ചിറകുകൾ അവനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ താൻ കടലിൽ വീണ് മരിച്ചു പോകുമെന്ന് അവൻ പേടിച്ചു. സോ ഹി വാസ് അഫ്രൈഡ് ടു ഫ്ലൈ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, what did the parents do to motivate the young bird when it failed to muster up enough courage to fly? So പേടിച്ചിരണ്ട ആ യങ് സീഗളിനെ എങ്ങനെയാണ് അവൻ്റെ പാരൻസ് പറക്കാനായിട്ട് പ്രാപ്തനാക്കിയത്? The parents came around him calling to him shrilly, scolding him, threatening to let him starve on his sleds. So അവനെ ധാരാളം ആദ്യം മോട്ടിവേറ്റ് ചെയ്തു, പിന്നെ അവനെ ധാരാളം വഴക്ക് പറഞ്ഞു. അതിനുശേഷം അവനോട് പറഞ്ഞു, നീ പറന്നില്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിച്ചു പോകുമെന്ന് വരെ അവനോട് പറഞ്ഞു നോക്കി. അങ്ങനെയെല്ലാം അവർ ശ്രമിച്ചു നോക്കി ഇവനെ പറത്താനായിട്ട്. Then how did the parents support and encourage the young seagulls brothers and sister? യങ് സീഗളിൻ്റെ ബ്രദേഴ്സിനെയും സിസ്റ്ററിനെ എങ്ങനെയാണ് അവൻ്റെ പാരൻസ് സപ്പോർട്ട് ചെയ്തത്? The parents flew about with his brothers and sister, perfecting them in the art of flying, teaching them how to skim over the sea and dive into the sea for fish. Then cite an instance which shows the pathetic condition of the young bird. So ഈ യങ് ബേർഡിൻ്റെ ഒരു പതറ്റിക് കണ്ടീഷൻ കാണിക്കുന്ന ഒരു സീൻ, ഒരു ഇൻസിഡൻറ്റ് പറയുക. He had searched every inch, every nook and corner for his every inch, rooting among the rough dirt-caked straw nest where he and his brothers were hatched. He even gnawed at the
groaned at the dried pieces of eggshell. It was like eating a part of himself. So ആ ലഡ്ജിൽ എല്ലായിടത്തും അവൻ ഭക്ഷണത്തിന് വേണ്ടി പരതി. അവസാനം അവരുടെ ആ ഒരു ഉണങ്ങിയ കച്ചിക്കൂട്ടിൽ വരെ അവൻ നോക്കി. അവിടെയുള്ള അവരുടെ മുട്ടത്തോട് കരണ്ട് നോക്കുന്ന അത്രയും ദയനീയ അവസ്ഥയിൽ ഈ യങ് സീഗൾ വിശന്ന് എത്തി. How did the bird to reach its parents without having to fly? So എങ്ങനെയാണ് പറക്കാതെ തൻ്റെ പാരൻസിൻ്റെ അടുത്ത് എത്താനായിട്ട് ഈ യങ് ബേർഡ് ശ്രമിച്ചത്? He trotted back and forth from one end of the ledge to other. അവൻ ഈ ലെഡ്ജിൻ്റെ ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് നടക്കാനായിട്ട് തുടങ്ങി. But on each side of him the ledge ended in a sheer fall of precipice with the sea beneath. പക്ഷേ ഓരോ സൈഡിലും ഈ ലെഡ്ജ് കടലിലേക്കുള്ള കിഴക്കാന്തൂക്കായ അഗ്രഭാഗത്തോടു കൂടി അവസാനിക്കുകയാണ് ചെയ്തത്. Why could the seagull not succeed at its attempt? The seagull could not succeed in its attempt because there was no ledge. So ലെഡ്ജിൻ്റെ അവസാനം ലെഡ്ജില്ല, കാരണം അവസാനം ചെന്നതിന് ശേഷം വലിയ കിഴക്കാന്തൂക്കായ പാറക്കെട്ടുകളായിരുന്നു. മറ്റു പാറക്കെട്ടുകളെ ബന്ധിപ്പിക്കാനായിട്ട് ഒരു പാലമോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ലെഡ്ജ് അവരെ ഒരു എന്താ പറയുക അബ്രപ്റ്റായിട്ട് എൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ അവൻ്റെ ആ ഒരു അറ്റംപ്റ്റ് പരാജയപ്പെടുകയാണ് ചെയ്തത്. Do you think that the young seagull's parents were cruel? What do you think? The young seagull's parents were cruel? young seagullൻ്റെ parents cruel ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? No, they were not cruel to the young seagull. It is parents' responsibility to give training and support to their children and equip them to face the challenges of life. Can you justify the attitude of the parents? Yes, പാരൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? So the young seagull had in his mind the strong desire to fly like his brothers and sisters, but lack of confidence and fear prevented him from flying. The mother's timely action helped him flying and realize the original situation. Okay. Your parents sometimes behave in the same manner. They may seem cruel and unrelenting. Does it mean that they do not love you? സംടൈംസ് ചിലപ്പോൾ നമ്മുടെ പാരൻസ് നമ്മളോട് വളരെ ക്രൂവലായിട്ട് പെരുമാറുന്നതായിട്ട് നമുക്ക് തോന്നാം. അത് അവർക്ക് നമ്മളോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? വാട്ട് ഡു യു ഫീൽ ദാറ്റ്? ഓക്കെ. No, parents want their children to be good citizens. At first their behavior may seem cruel and unrelenting. അതായത് കുട്ടികളെ എപ്പോഴും മികച്ചവരാക്കി മാറ്റാനാണ് പാരൻസ് ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ചില സമയത്തുള്ള അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും സ്വഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തോന്നും they may be cruel or unrelenting. But later they would realize that it was for their own good the parents had behaved like that. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പാരൻസ് ആ രീതിയിൽ പെരുമാറിയത് എന്ന്. What prompted the young seagull to fly finally? Extreme hunger prompted the young seagull to fly finally. Why was the young bird terrified? How did it overcome its fear? So എന്തുകൊണ്ടാണ് ഈ യങ് ബേർഡ് വളരെയേറെ പേടിച്ചത്? എങ്ങനെയാണ് അത് ഈ പേടിയെ തരണം ചെയ്തത്? The young seagull dived at the fish. മീനിന് വേണ്ടിയിട്ട് യങ് സീഗൾ dived at the fish. There was nothing to stand and his mother had swooped upward. പക്ഷേ ഇവൻ്റെ അമ്മ പറന്നുയർന്നു. The young bird was alone in the air and that terrified him. So ആ യങ് ബേർഡ് ആകാശത്ത് വായുവിൽ ഒറ്റയ്ക്കായി, അതവനെ വളരെയേറെ പേടിപ്പെടുത്തി. But the very next moment by reflex action his wings spread out and he began to fly. പക്ഷേ ഒരു റിഫ്ലെക്സ് ആക്ഷൻ എന്ന പോലെ, അല്ലെങ്കിൽ റിയാക്ഷൻ ആസ് റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവൻ്റെ ചിറകുകൾ വിടരുകയും ഇവൻ വായുവിൽ പറക്കാനായി തുടങ്ങുകയും ചെയ്തു. ഹൗ ഡിഡ് ദ ഫാമിലി സപ്പോർട്ട് ദ സീഗൾ? സോ എങ്ങനെയാണ് ഈ സീഗളിനെ ഫാമിലി സപ്പോർട്ട് ചെയ്തത്? ഹിസ് ഫാദർ ഫ്ലൂ ഓവർ ഹിം സ്ക്രീമിങ്. അവൻ്റെ അച്ഛൻ അവൻ്റെ ചുറ്റും ഒച്ചയുണ്ടാക്കി പറന്നു. ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഫ്ലൂ അറൗണ്ട് ഹിം. അവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും അവൻ്റെ ചുറ്റും പറന്നു. ആൻഡ് സോറിങ് ആൻഡ് ഡൈവിങ്. വൈ കുഡ്ന്റ് ദ യങ് സീഗൾ സ്റ്റാൻഡ് ഓൺ ദ ഗ്രീൻ സീ? എന്തുകൊണ്ടാണ് യങ് സീഗളിന് ഈ കടലിൽ ഉയർന്നു നിൽക്കാൻ പറ്റാതെ വന്നത്? ഇറ്റ് വാസ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആൻഡ് he had not had enough training.
So he could not stand on the green sea. അതിൻ്റെ കാരണം it was his first flight. ഇത് അവൻ്റെ ആദ്യത്തെ പറക്കലാണ്. അത് മാത്രമല്ല, he had not had enough training. അവന് വേണ്ടത്ര ട്രെയിനിങ് ലഭിച്ചിട്ടില്ല. ഹൗ ടു സ്റ്റാൻഡ് ഓൺ ദ ഗ്രീൻ സീ, കടലിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അവന് കാര്യമായ ട്രെയിനിങ് ഒന്നും ലഭിച്ചിട്ടില്ല. സോ he sank into the sea. Do you think that the bird's parents loved him? Why? ഈ ബേർഡ്സിൻ്റെ പേരൻസ് അവനെ സ്നേഹിക്കുന്നുണ്ടോ? വാട്ട് ഡു യു തിങ്ക്? വൈ? യെസ്, they loved him very well, and they were very happy when they saw his first flight. Okay, ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എഴുതുന്നവർ നോട്ട്ബുക്കിലേക്ക് എഴുതുക, അല്ലാത്തവർ ടെക്സ്റ്റിൽ തന്നെ മാർക്ക് ചെയ്യുക. ഓക്കെ, പക്ഷേ ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കേണ്ടതാണ്. അത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം. ഓക്കെ, വി ക്യാൻ ഡിസ്കസ് ദ ഫസ്റ്റ് ആക്ടിവിറ്റി. ഓക്കെ, ആക്ടിവിറ്റി ഫസ്റ്റ്, റീഡ് ആൻഡ് റെസ്പോൺസ്. വാട്ട് ഈസ് ദ തീം ഓഫ് ദ സ്റ്റോറി? ഈ സ്റ്റോറിയുടെ തീം എന്താണ്? സോ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സോ വാട്ട് ഈസ് ദ തീം ഓഫ് ദ സ്റ്റോറി? ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ Liam O Flaherty. So a young seagull's repeated attempts to fly for the first time in his life, his fears and his ultimate success in it is the theme of the story. So there are many themes. The first one is an young seagull's many attempts to make his first flight. അവൻ്റെ ആദ്യത്തെ പറക്കലിന് വേണ്ടിയിട്ടുള്ള ഒരു യങ് സീഗളിൻ്റെ പല അറ്റംപ്റ്റ്. Then what is the second theme? His fears and ultimate success in it is the theme of. So his fear and his ultimate success, അവൻ്റെ പേടിയും അവൻ്റെ അൾട്ടിമേറ്റ് അവസാനം അവൻ നേടുന്ന വലിയ വിജയവുമാണ്. വലിയ വിജയം ഒക്കെ ഈ ഒരു ചാപ്റ്ററിൻ്റെ തീം ആയിട്ട് വരുന്നു. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ്, സെൽഫ് റിലയൻസ്, സെൽഫ് കോൺഫിഡൻസ്, ദ കറേജ് ടു എന്താണ് പേടിയെ മറികടക്കാനുള്ള നമ്മുടെ ആ ഒരു ധൈര്യം, ഇതെല്ലാം നമുക്ക് ഈ ഒരു സ്റ്റോറിയുടെ തീമായിട്ട് കൊണ്ടുവരാം. Then what do you think is the real crisis faced by the young bird? ഇവിടെ ഈ യങ് ബേർഡ്, ഈ യങ് സീഗൾ ഫേസ് ചെയ്ത് അഭിമുഖീകരിച്ച യഥാർത്ഥ പ്രശ്നം, ക്രൈസിസ് എന്താണ്? The ability to fly is inherent for a seagull. പറക്കുക എന്ന് പറയുന്നത് പക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഇൻഹെറൻ്റ് ആയിട്ടല്ല, ഒരു ഇൻബോൺ ആയിട്ടുള്ള ഒരു കഴിവാണ്. But lack of confidence and fear is the real crisis faced by the young seagull. But the lack of confidence and fear, ആത്മവിശ്വാസമില്ലായ്മയും പേടിയുമാണ് ഇവിടെ ഈ പക്ഷി നേരിട്ട ഏറ്റവും വലിയ ക്രൈസിസ്. കാരണം ഒരു പക്ഷിയെ സംബന്ധിച്ചിടത്തോളം പറക്കുക എന്നുള്ളത് ഇൻബോണായി ലഭിക്കുന്ന ഒരു എബിലിറ്റിയാണ്. അതിന് എവിടെ നിന്ന് എങ്ങനെ തലകീഴായിട്ടിട്ടാലും ഓട്ടോമാറ്റിക്കായിട്ട് പറന്നു. പക്ഷേ ഇവിടെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയും ഫിയറും ഈ യങ് സീഗളിനെ അതിൽ നിന്ന് തടഞ്ഞു നിർത്തി. വാട്ട് ഈസ് യുവർ ഇംപ്രഷൻ ഓഫ് ദ റിയാക്ഷൻ ഓഫ് ദ പേരൻസ് ഇൻ ദ സ്റ്റോറി? സോ ഇവിടെ ഈ പേരൻസിൻ്റെ റിയാക്ഷന് ഹൗ ടു യു, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ പേരൻസിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഇവിടെ, അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദിസ് യങ് സീഗൾ. The parents of the young seagull made the best to make him fly. So ഈ പേരൻസ് അവനെ പറക്കാൻ പഠിപ്പിക്കാനായിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തി. When he was afraid and reluctant to fly, they left him unattended without food. So അവൻ പറക്കാൻ തയ്യാറാവാതെ വന്നപ്പോൾ അവന് ഭക്ഷണമൊന്നും കൊടുക്കാതെ അവനെ ഒഴിവാക്കി അവർ പറന്നകന്നു. The mother bird encouraged the seagull to fly, showing him a piece of fish just in front of him. So ഈ മദർ ബേർഡ് എന്ത് ചെയ്തു? ഒരു മീൻ കഷ്ണം അവൻ്റെ തൊട്ട് മുന്നിൽ കൊണ്ടുവന്ന് അവനെ പറക്കാനായിട്ട് പ്രേരിപ്പിച്ചു. We impressed by all these attempts by the parents to teach the young seagull how to fly. So ഇതെല്ലാം വളരെ മനോഹരമായ, നമ്മൾ ഇംപ്രസ് ചെയ്യിക്കുന്ന ആക്ടിവിറ്റീസാണ് പേരൻസിൻ്റെ ഭാഗത്തുനിന്ന്. എന്തിനാണ്? ഈ യങ് സീഗളിനെ പറക്കാൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. So identify the words or expressions used in this story to express thoughts, attitudes, movements, sounds, emotions, appearances, descriptions of the birds, places, etc. So ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഡിനോട്ട് ചെയ്യുന്ന വേർഡ്സ് ഓർ എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ് എടുത്തെഴുതുക. ഫോർ എക്സാമ്പിൾ, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ യങ് സീഗൾസ് ലെഗ്സ് ആസ് ലോങ് ഗ്രേ. സോ
ഇവിടെ യങ് സീഗളിൻ്റെ ലെഗ്സിനെ പറയുന്നത് ഹിസ് ലെഗ്സ് ആർ ലോങ് ഗ്രേ. ദെൻ ദ ലെഡ്ജിനെ കുറിച്ച് ഇവിടെ പറയുന്നത് ഏഷ്യ ഫെയിൽ ഓഫ് precipice. Then its walk has trotted back and forth etc. സോ ഇതുപോലുള്ള വേർഡ്സും എക്സ്പ്രഷൻസും നിങ്ങൾക്ക് ഇനി ഈ ടെക്സ്റ്റിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം. Description of the other young seagulls tossing with their heads sink into their necks. Description of the mother birds teasing of a piece of fish, scraping each side of the beak etc. സോ ഇതെല്ലാം ഓരോ കോൺസെപ്റ്റ്സിനെ എക്സ്പ്രസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. നമുക്കത് ടെക്സ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, ഡു യു തിങ്ക് സച്ച് എക്സ്പ്രഷൻസ് മേക്ക് ദ നെറേറ്റീവ് മോർ എഫക്റ്റീവ് ആൻഡ് എൻഗേജ് യുവർ ഇൻട്രസ്റ്റ് ആൻഡ് അറ്റൻഷൻ? സോ ഇത്തരം എക്സ്പ്രഷൻസ് ഈ നെറേറ്റീവിനെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇത്തരം എക്സ്പ്രഷൻസ്, കാരണം ഇത്തരം ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ഈ നെറേറ്റീവിനെ, ഈ ഒരു കഥയെ കൂടുതൽ മനോഹരമാക്കുകയും ആസ്വാദനക്ഷമത, ഒരു ഇസ്തറ്റിസം വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു ആസ്വാദനക്ഷമത നൽകുകയും ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി? ഈ സ്റ്റോറിയുടെ മെസ്സേജ് എന്താണ്? പ്രോപ്പർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആർ എസെൻഷ്യൽ ഫോർ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രോസ്പെരിറ്റി. സോ പ്രോപ്പർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, യഥാർത്ഥ രീതിയിലുള്ള വിദ്യാഭ്യാസവും ട്രെയിനിങ്ങും ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിന് വളരെ ചിന്താപേക്ഷിതമാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് ആയിട്ട് എടുക്കാം. ദെൻ ആക്ടിവിറ്റി 2, based on the discussion prepare a review of the story. സോ ഈ സ്റ്റോറിയുടെ നമ്മളിപ്പോൾ നടത്തിയ ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷനൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഈ സ്റ്റോറിയുടെ ഒരു റിവ്യൂ പ്രിപ്പയർ ചെയ്യുക. സോ റിവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് സമ്മറി ആയിട്ടല്ല എഴുതേണ്ടത്, ആദ്യം മുതൽ അവസാനം വരെയുള്ള സമ്മറി അല്ല എഴുതേണ്ടത്. നിങ്ങളുടെ ഒരു റിവ്യൂ, ഈ ഒരു കഥ വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് അനുഭവപ്പെട്ടു, നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു, അതാണ് ഇവിടെ റിവ്യൂ ആയിട്ട് എഴുതേണ്ടത്. അല്ലാതെ ഇതിൻ്റെ ഒരു ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു സമ്മറി അല്ല എഴുതേണ്ടത്. ഇതിനകത്ത് സമ്മറി എഴുതുന്ന പോലെ എല്ലാ കാര്യങ്ങളും റിവ്യൂവിൽ വരണമെന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വെറുപ്പിക്കുന്നതായിട്ട് തോന്നിയ കാര്യം എഴുതാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കുറച്ചുകൂടെ നന്നാകാമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, അതിനെക്കുറിച്ച് എഴുതാം. അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ഒഴിവാക്കേണ്ടതുണ്ടായിരുന്നു, ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കുത്തി നിറച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളും നിങ്ങൾക്ക് എഴുതാം. സോ ഈ രീതിയിലാണ് ഒരു റിവ്യൂ പ്രിപ്പയർ ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. സോ നെക്സ്റ്റ് ആക്ടിവിറ്റി ഈസ് എ ട്രീ ഡയഗ്രാം. Read the story once again and identify the factors that prevented the seagull from flying and those that favored his first flight. Now complete the tree diagram. So ഇവിടെ ഒരു ട്രീ ഡയഗ്രാം എഴുതണം. ആ ട്രീ ഡയഗ്രാം വായിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? Read the factors. What are the factors that prevented the young seagull from flying? പറക്കുന്നതിൽ നിന്ന് യങ് സീഗളിനെ തടഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമാണ്? അതിനെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ ഈ സീഗളിൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ട്രീ ഡയഗ്രാം പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇനി ആക്ടിവിറ്റി 4, തിങ്ക് ആൻഡ് റെസ്പോണ്ട്. ഡു യു തിങ്ക് ദാറ്റ് യു ഓൾസോ ക്യാൻ ഫ്ലൈ ഹൈ ഇൻ യുവർ ലൈഫ്? നിങ്ങൾക്കും ജീവിതത്തിൽ വലിയ ഉയരങ്ങളിൽ എത്താനായി സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വാട്ട് സോർട്ട് സപ്പോർട്ട് ഡു യു എക്സ്പെക്ട് ഫ്രം യുവർ ഫാമിലി? നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് നിങ്ങൾ ഏത് രീതിയിലുള്ള സപ്പോർട്ടാണ് ആഗ്രഹിക്കുന്നത്? മെൻ്റൽ സപ്പോർട്ടാണോ, മോണിറ്ററി സപ്പോർട്ടാണോ, ഫിസിക്കൽ സപ്പോർട്ടാണോ, ഏത് രീതിയിലുള്ള സപ്പോർട്ടാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ക്യാൻ യു സപ്പോർട്ട് എലോൺ ഹെൽപ്പ് യു ഇൻ ഫുൾഫില്ലിംഗ് യുവർ ആംബിഷൻ? സോ ഈ സപ്പോർട്ട് മാത്രം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടാനായിട്ട് സാധിക്കും? ഇല്ല, ഒരിക്കലുമില്ല. ലക്ഷ്യം നേടണമെങ്കിൽ എന്തൊക്കെ വേണം? മൈ ഓൺ ഹാർഡ് വർക്ക് ആൻഡ് പെർസിവറൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അച്ചീവിങ് മൈ ആംബിഷൻ. എൻ്റെ ഹാർഡ് വർക്കും പെർസിവറൻസും എൻ്റെ ലക്ഷ്യം നേടുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വാട്ട് ഡു യു തിങ്ക് ആർ ദ റിക്വയർമെൻറ്റ്സ് ടു അറ്റൈൻ സക്സസ് ഇൻ ലൈഫ്? റൈറ്റ് ദം ബിലോ. സോ ഒരാളുടെ ജീവിത വിജയത്തിന് ആവശ്യം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ആർ റിക്വയർഡ് ടു, വാട്ട് ഡു യു തിങ്ക് ആർ ദ റിക്വയർമെൻറ്റ്സ് ടു അറ്റൈൻ സക്സസ്? സോ ജീവിത വിജയത്തിലേക്കുള്ള അല്ലെങ്കിൽ വിജയത്തിലേക്കുള്ള റിക്വയർമെൻറ്റ്സ്, ജീവിത വിജയത്തെ സഹായിക്കുന്ന വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് അസ് ടു അറ്റൈൻ സക്സസ് ഇൻ അവർ ലൈഫ്? ജീവിത വിജയം നേടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാമാണ്? സോ പ്ലീസ് റൈറ്റ് ഡൗൺ the factors or the factors that help you to attain success in your life. Okay,
സോ ഇത്രയും എഴുതിക്കൊണ്ട് നമുക്ക് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് റിട്ടൺ ബൈ ലിയം ഓ ഫ്ലഹർട്ടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ആക്ടിവിറ്റീസിൻ്റെ എല്ലാം ആൻസേഴ്സ് എഴുതി എനിക്ക് അയച്ചു തരിക. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യത്തിൽ ഒരു ഫർദർ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റ് ആയിട്ടിടുക. അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സോ പ്ലീസ് സബ്സ്ക്രൈബ് once again. Please subscribe my channel and share my videos. Watch, like and share my videos with your friends. ഓക്കെ, നമുക്ക് ഇതിലും നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം.